കലയുടെയും സംസ്കാരത്തിന്റെയും മഹാസംഗമത്തിന് വേദിയൊരുക്കി താനെയുടെ ഐക്കോണിക് ലൊക്കേഷനായ ഉപവൻ തടാകം 11ാമത് സംസ്കൃതി ആർട്ട് ഫെസ്റ്റിവലിന് പരിസമാപ്തി കുറിക്കുമ്പോൾ കേരളീയ നൃത്തരൂപങ്ങളടക്കം 600-ലധികം കലാകാരന്മാർക്കാണ് വേദിയൊരുങ്ങിയത്. സംസ്കാരത്തിന്റെ പവിത്രമായ യാത്ര എന്നർത്ഥം വരുന്ന വാരി എന്ന പ്രമേയത്തിലൂന്നിയുള്ള വർണ്ണാഭമായ ശോഭയാത്രയോടെയാണ് മേളയ്ക്ക് തുടക്കമായത്. ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക് സംസ്കൃതി ആർട്ട് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഗായകൻ ഷാൻ ഉൾപ്പെടെയുള്ളവരുടെ ലൈവ് പെർഫോമൻസുകൾ കലാസന്ധിയെ സംഗീതമയമാക്കി. കേരളീയ സംസ്കാരത്തിന്റെ ആത്മീയ താളങ്ങൾ പകരുന്ന തെയ്യം, ഡിവൈൻ മ്യൂസിക് ആൻഡ് ഡാൻസ് പ്രേക്ഷകരിൽ വലിയ ആവേശമുണർത്തി. ഏറെ സഹിച്ചുമടുത്ത് തീയും പുകയേറ്റോരെ നിങ്ങൾ വീടം വെച്ചു പൂജിച്ചോരെ ഇന്നും പെൺകിടാങ്ങളെ തീറ്റി കൊല്ലുമ്പോ ഞങ്ങൾക്കെന്തിന് വീടോ തോറ്റം പാട്ടും. കേരളത്തിന്റെ വിവിധ നാടോടി കലാരൂപങ്ങൾ അവതരിപ്പിച്ച മാമാങ്കൻ ഡാൻസ് ക്രൂയുടെ പ്രകടനം ശക്തമായ താളങ്ങളും ചലനങ്ങളും കൊണ്ട് വേദിയെ ത്രസിപ്പിച്ചു. വിളക്കാട്ടം എന്ന കേരളീയ കലാരൂപം അവതരിപ്പിച്ച നൃത്യാർപ്പണ സംഘത്തിന്റെ പ്രകടനം ദൃശ്യ സൗന്ദര്യത്തിലും ശാസ്ത്രീയതയിലും ശ്രദ്ധ പിടിച്ചുപറ്റി. ദക്ഷിണേന്ത്യൻ കലാപാരമ്പര്യങ്ങൾ കാലാതീതമാണെന്നും പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിനുള്ള വേദികളാണ് സംസ്കൃതി ആർട്ട് ഫെസ്റ്റിവൽ പോലുള്ള സാംസ്കാരിക കൂട്ടായ്മകളെന്നും ഈ കലാസന്ധ്യ തെളിയിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും.